നമ്മുടെ കൂടെ ഉള്ളത് മാധ്യമപ്രവർത്തകനായിട്ടുള്ള പി.കെ. സലാം. ഇന്ന് നമ്മൾ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ, പ്രത്യേകിച്ചും ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ സമ്പൂർണമായിട്ടുള്ള മൗനത്തിലായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ടായി. ജനവിരുദ്ധമായിട്ടുള്ള, സാംസ്കാരിക വിരുദ്ധമായിട്ടുള്ള, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ മൗനം പാലിച്ചിരുന്ന കേരളത്തിലെ ചില സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും ഈ 1-2 ദിവസങ്ങളായിട്ട് ഉയർത്തെഴുന്നേറ്റ് വളരെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ, പ്രമുഖ കവിയായിട്ടുള്ള കെ സച്ചിദാനന്ദൻ നടത്തിയ മലയാള മനോരമയുമായി നടത്തിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ നടത്തിയ ഒരു പരാമർശത്തെ കുറിച്ചാണ്. സലാം, ആ വിഷയം ശ്രദ്ധിച്ചോ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സച്ചിദാനന്ദൻ കവി, സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ളതിനപ്പുറത്ത് വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ് സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ്റെ കവിതയും സച്ചിദാനന്ദൻ്റെ സാഹിത്യ പ്രവർത്തനവും സച്ചിദാനന്ദൻ്റെ നിരൂപണവും എല്ലാം ആ ഒരു അദ്ദേഹത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയ ദർശനം വ്യക്തമാക്കും. അതൊരു കക്ഷി രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്കല്ല, ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങളോടുള്ള പ്രതിപത്തി അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും പ്രസംഗങ്ങളിലും ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അത്തരം ഒരാൾ ഇന്ന് അധികം കേരളത്തിലില്ല എന്ന് കൂടി നമ്മൾ കാണും. അദ്ദേഹം ഈയിടെ നടത്തിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ 2ാം പിണറായി സർക്കാർ കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു തുടർ ഭരണം ഉണ്ടാകരുത്. തുടർ ഭരണം ഉണ്ടായാൽ അത് നാടിന് നാശമാണ്, അതിലേറെ പാർട്ടിക്ക് ദോഷമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് പാർട്ടിക്ക് ദോഷമാണ്, ഇടതുപക്ഷത്തിന് നാശമാണ്, ഈ ഒരുപാട് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന കേരളത്തിന് അത് അപകടമാണ് എന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷം ഉണ്ടായിരിക്കണം എന്നതാണ്. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇടതുപക്ഷത്തെ പറ്റി, കേരളത്തിലെങ്കിലും ഇടതുപക്ഷത്തെ പറ്റി വലിയ പ്രതീക്ഷ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ വെച്ച് പുലർത്തുന്നുണ്ട്. ആ ഇടതുപക്ഷം ഇപ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് ഇല്ലാതായി. ബംഗാളില്ലാതായി, അവശേഷിച്ച ത്രിപുരയിൽ ഇല്ലാതായി. ഇനി ഇപ്പോൾ ഉള്ളത് ഈ കേരളത്തിൽ മാത്രമാണ്. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ CPM-വുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ് ഇടതുപക്ഷം. അതെ, മറ്റുള്ളത് വലതുപക്ഷമാണെന്നുള്ള ഒരു തെറ്റാ വയ്ക്കാൻ അത് ഇടതുപക്ഷം എന്നാലും സോക്കോൾഡ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. നമ്മൾ ഇടതു പാർട്ടികൾ എന്നൊക്കെ പറയാം. ഈ ഇടതു പാർട്ടികളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ ഇടതു പാർട്ടികൾ തന്നെയും നിലനിൽക്കണം എന്നൊരാഗ്രഹം. പക്ഷേ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ബംഗാളിലായാലും ഒക്കെ സംഭവിച്ച ഒരു അപജയം, അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ തകർച്ച, അതിലേക്ക് പോകരുത്. ഈ ഇടതുപക്ഷം നിലനിൽക്കണം എന്നാണ്. പക്ഷേ 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് തകർന്നത്. അതെ, ഇവിടെ 10 വർഷമായിട്ടുള്ളൂ. അതെ, 3.5 പതിറ്റാണ്ട് നീണ്ട ഒരു CPM ഭരണത്തിൻ്റെ ബാക്കി പത്രം എന്നത് അവിടെ ഒരു കൊടിപിടിക്കാൻ ആളില്ലാത്ത, കെട്ടിവച്ച തുക കിട്ടുന്ന ഒരാൾ പോലും ഇല്ലാത്ത, മത്സരിക്കാൻ ആളെ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ പാർട്ടി മാറി. അതാണ് ഏറ്റവും വോട്ടിങ്ങിലൊക്കെ വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടായി. അപ്പം ആ രീതിയിലേക്ക് ഒരു തകർച്ച കേരളത്തിൽ ഉണ്ടാകരുത്. അത് ബംഗാളിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം പറയുന്നൊരു പദം, ഒന്ന് ഏകാധിപത്യം എന്നാണ്, രണ്ടാമത്തത് നയവ്യതിയാനം എന്ന്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ചില സാമ്പത്തിക കാര്യത്തിൽ ചില താല്പര്യങ്ങളുണ്ട്, ചില സമീപനങ്ങളുണ്ട്. അതുപോലെ തന്നെ സാമുദായിക കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഇതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം
ഒരാള് ഇടതുപക്ഷത്തിന്റെ പേരിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. അവിടെ ഇടതുപക്ഷ മൂല്യമാണ് പ്രധാനം. അതിനാണ് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് സച്ചിദാനന്ദൻ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മതേതരത്വത്തെക്കുറിച്ച് അദ്ദേഹം ഈ CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ഈ ഘട്ടത്തിൽ മതേതരത്വത്തെക്കുറിച്ച് CPM-ഉം ഇടതുപക്ഷ മുന്നണി, സൊക്കോൾഡ് ഇടതുപക്ഷവും പുലർത്തുന്ന ഒരു സമീപനം അദ്ദേഹം എടുത്തു കാണിക്കുകയാണ്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞതൊന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്ന് അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ SNDP യോഗത്തിൻ്റെ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന നവോത്ഥാന നായകന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി, ആ വെള്ളാപ്പള്ളി ഇതിനു മുമ്പ് പിണറായി വിജയൻ അദ്ദേഹത്തെ കേരള തൊഗാഡിയ എന്ന് വിളിച്ചിട്ടുണ്ട്. അതൊരൊറ്റ ചെറിയ പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹം RSSന് വേണ്ടി പണിയെടുക്കുന്ന ആൾ എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് 2014-ലാണ്. അതിനുശേഷം ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിയെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനൊപ്പം പ്രതിഷ്ഠിക്കുന്നു, കുമാരനാശാനേക്കാൾ മേലെ പ്രതിഷ്ഠിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മാലയിൽ ഓർക്കുന്നു. പക്ഷേ ഏത് കാലഘട്ടം ഈ വെള്ളാപ്പള്ളി നടേശൻ 2014-നേക്കാൾ മോശമായ രീതിയിൽ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ വളരെ പ്രകടമായി നടത്തുന്ന ഒരു കാലത്ത്. ഒരു കാര്യം വെച്ചാൽ ഇപ്പം സച്ചിദാനന്ദനെതിരായിട്ട് രംഗത്ത് വന്ന ആളുകൾ, സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരൊക്കെ, കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും എന്താ പറയുക പ്രതിലോമകരമായിട്ടുള്ള ഒരു പ്രസ്താവന ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതായത് നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കണം എന്നാണ്. ആർക്കെതിരെ ഒന്നിക്കണം? മുസ്ലിങ്ങൾക്കെതിരെ ഒന്നിക്കണം എന്നാണ്. അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, മലപ്പുറത്ത് ഹിന്ദുക്കള് മുസ്ലിങ്ങളെ പേടിച്ചു കഴിയാണ്. ഇങ്ങനെ ഒരു പ്രസ്താവന യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രസ്താവന നടന്ന സമയത്ത് ഈ പറയുന്ന സാംസ്കാരിക പ്രവർത്തകർ ഒരക്ഷരം പോലും, ഈ അശോകൻ ചെരുവിലാണെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പോലും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഭവം വന്നപ്പം ഒരു ഭയങ്കരമായിട്ട് സച്ചിദാനന്ദനെതിരായിട്ട് രംഗത്ത് വന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന വളരെ വളരെ അടിസ്ഥാനരഹിതമായത്. മുസ്ലിങ്ങളെല്ലാം നേടുന്നു, മുസ്ലിങ്ങളെല്ലാം വാരിക്കൊണ്ടുപോകുന്നു, അതേപോലെ തന്നെ മലപ്പുറത്ത് മനുഷ്യന്മാർക്ക് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയും, ഇതൊക്കെ വളരെ അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല അതിന് മറുപടി പറയേണ്ട ഒന്നാമത്തെ ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അല്ലെ, കേരളത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ആളല്ലേ ശ്രീ പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജില്ലയല്ലേ മലപ്പുറം എന്ന് പറയുന്നത്. അവിടെ ഹിന്ദുക്കൾക്ക്, ഈഴവർക്ക് ജീവിക്കാൻ വയ്യ എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കേണ്ട ആൾ, പ്രതിരോധിക്കേണ്ട ആൾ അല്ലേ പിണറായി വിജയൻ. അങ്ങനെ ഒരു അവസ്ഥ തുടരട്ടെ എന്നാണോ യഥാർത്ഥത്തിൽ ഈ സാംസ്കാരിക പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അതേക്കുറിച്ച് ഈ സാംസ്കാരിക പ്രവർത്തകരും മുഖ്യമന്ത്രി മിണ്ടിയില്ല. ആ ഒരു സാഹചര്യം സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്ന ഇന്നിപ്പോ സച്ചിദാനന്ദനെതിരെ രംഗത്ത് വന്നിട്ടുള്ള അശോകൻ ചെരുവിലാവട്ടെ, കരുവള്ളൂർ മുരളിയാകട്ടെ, ഇവരൊക്കെ ഒരു അടിമകളെ പോലെ ആ ഒരു കാര്യം തന്നെയാണ് സച്ചിദാനന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ എന്താണ്? ഒരു തരം ജനാധിപത്യ വിരുദ്ധത, ഒരു തരം ഏകാധിപത്യം, ഒരു തരം സമഗ്രാധിപത്യം. ഒരു പിണറായി എന്ന് പറയുന്ന ഒരാൾ, പിണറായി സമം പാർട്ടി, പിണറായി സമം കേരളം എന്ന തരത്തിലേക്ക് പിണറായി ഏത് രീതിയിൽ ചിന്തിക്കുന്നോ അത് പാർട്ടി നയമായും ഗവൺമെന്റ് നയമായും മാറിത്തീരുന്ന ഒരവസ്ഥ. ഇതേ അവസ്ഥ തന്നെയാണ് ബംഗാളിൽ ഉണ്ടായത്. അവിടെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൃഷിക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് വികസനത്തിന്റെ പേരിൽ ടാറ്റക്കും സലീം ഗ്രൂപ്പിനും ഒക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തെ അനുകൂലിച്ച് അവിടുത്തെ പാർട്ടി നിന്നു. പക്ഷെ ജനങ്ങൾ അതിനെ ചെറുത്ത് തോൽപ്പിച്ചു. ആ ചെറുത്ത് നിൽപ്പിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടായത്? അവിടെ പാർട്ടി ഇല്ലാതായി. ആ പാർട്ടി ഇല്ലാതാകുക എന്നൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് ചൂണ്ടിക്കാണിക്കാനായി. ഇതിപ്പോ സച്ചിദാനന്ദൻ മാത്രമല്ല, 2023 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ MT വാസുദേവൻ നായർ തന്നെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, M മുകുന്ദൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പലരും ഈ ഒരു അപജയം, വന്നുകൊണ്ടിരിക്കുന്ന അപജയത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ അന്ന് MT-യുടെ കൂടെ നിൽക്കായിരുന്നു സച്ചിദാനന്ദൻ ഫെസ്റ്റിവലിന്റെ ഡയറക്ടറായിരുന്നു. ഫെസ്റ്റിവലിന്റെ ഡയറക്ടറായിരുന്നു. സച്ചിദാനന്ദൻ മാത്രമല്ല എം മുകുന്ദനും അതേ അഭിപ്രായമാണ് പറഞ്ഞത്. അന്ന് അദ്ദേഹം MT-യെ പോലെയുള്ള ഒരു മഹാനായ ഒരു എഴുത്തുകാരൻ വളരെ പരസ്യമായ ഒരു നിലപാടെടുത്തുന്ന അദ്ദേഹത്തോട് തിരുത്താനൊക്കെ ചില ആൾക്കാർ പോയി പറഞ്ഞിരുന്നു. MT തിരുത്തണം, കാരണം ഈ വാർത്തകൾ വന്നപ്പോ പിണറായി വിജയനെതിരായിട്ട് ഒരു പ്രസ്താവനയാണ്, അതുകൊണ്ട് അത് തിരുത്തണം എന്ന് MT-യെ കണ്ടു പറഞ്ഞിരുന്നു. MT അത് തിരുത്താൻ തയ്യാറായിട്ടില്ല. കാരണം അത് വളരെ ബോധപൂർവം നടത്തി. കാരണം ഈ അപജയം കാണുന്നവരാണ്. ആ അപജയത്തിൽ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരാണ് സച്ചിദാനന്ദനായാലും സാറാ ജോസഫ് ആയാലും ഈ ഇപ്പോൾ അഭിപ്രായം സാറാ ജോസഫിന്റെ പേരുള്ള കുറ്റം അവരെ എടുക്കുക. ആം ആദ്മി പാർട്ടി അതെ, അതൊക്കെ ആണെങ്കിലും അവരൊക്കെ ഇടതുപക്ഷ മൂല്യങ്ങൾ ഈ നാട്ടിൽ പ്രശ്നം വെച്ചാൽ ഇവരുടെ ധാരണ എന്താ വെച്ചാല് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ CPM അത് മാത്രമാണ്, അതാണ് ഇടതുപക്ഷം, ബാക്കിയുള്ളവരൊക്കെ വലതുപക്ഷം എന്നുള്ളൊരു ധാരണയും കൂടെ കാരണമാണ്. ഇപ്പൊ ഈ ഒരു കാര്യം ഉള്ളത് VS അച്യുതാനന്ദനെതിരെ പിണറായി വിജയന്റെ 15 വർഷക്കാലത്തെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തനത്തിൽ VS-നെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ വ്യക്തിപൂജയെ പ്രോത്സാഹിപ്പിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ ഉപയോഗിച്ച് താൻ പോരിമ പ്രകടിപ്പിക്കുന്നു. പാർട്ടിയാണ് പ്രധാനം, വ്യക്തിയല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പിണറായി വിജയനെ ഈ ലോകത്തെങ്ങും പാർട്ടി ഉജ്ജ്വലമാകാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മെഗാ തിരുവാതിരക്കളി തിരുവനന്തപുരത്ത് CPM-ന്റെ നേതാക്കന്മാർ ഒന്നിച്ചു നിന്ന് കോവിഡ് കാലത്ത് ആസ്വദിച്ചു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് പറഞ്ഞത് ദൈവമാണ്. ദൈവത്തെ പോലെ എല്ലാവരും ദൈവത്തെ പോലെ കാണുന്നു പിണറായി വിജയനെയാണ് പറഞ്ഞത്. അപ്പൊ ഇത് വേറൊരു കാലത്ത് വേറൊരു നേതാവിന്റെ മുമ്പിലാണ്. പിണറായി വിജയൻ തന്നെ എന്ത് പറയുന്നത്, ശൈലജ ടീച്ചറും സമാനമായ ശൈലജ ടീച്ചർ പോലും എന്ന് പറയണേ, പിണറായി വിജയനെ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ആ കാരണഭൂതൻ എന്ന് പറയുന്ന ആ പാട്ട് എഴുതിയ ആളെയും അല്ലെങ്കിൽ അത് സംഘടിപ്പിച്ച ആളുകളെയും ശാസിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷക്കാരൻ അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം, ഒരു എതിർവാക്ക് പറയാൻ ഒരാളില്ല. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇത് കണ്ടു. ഇപ്പോൾ PM ശ്രീ എടുത്തു നോക്കൂ. PM ശ്രീ എന്ന് പറയുന്നത് NEP എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ടയാണ്, കാവ്യവൽക്കരണമാണ്. ഈ PM ശ്രീയിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. SFIന്റെ സമ്മേളനത്തിലാണ്. ശിവൻകുട്ടി അതേ കാര്യം സീതാറാം യെച്ചൂരി എഴുതിയ ലേഖനമാണ് NEPക്കെതിരെ. ആ ലേഖനം എടുത്തു പറഞ്ഞ് ഇത് ഒരിക്കലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഒരു ദിവസം എന്ത് ചെയ്യാണ്, അത് ഒപ്പിടുകയാണ്. ഇപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് പാർട്ടി അറിഞ്ഞിട്ടില്ല, പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, മുന്നണി അറിഞ്ഞിട്ടില്ല, മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തില് അങ്ങനെയുള്ള ഒരു രാജാവിനെ കുറിച്ചാണ് അന്ന് MT പറഞ്ഞത്. അതെ ആരും അറിഞ്ഞിട്ടില്ല. രാജാവിന്റെ തീരുമാനം പ്രജകള് അല്ലെങ്കിൽ സഹമന്ത്രിമാരൊന്നും അറിയണമെന്നില്ല. അതെ ഒരു സാധാരണ നിലയിൽ ഒരു മുന്നണി മന്ത്രിസഭ ആവുമ്പോൾ ഒരു നയപരമായ ഒരു തീരുമാനമെടുത്ത് നേരത്തെ ഒപ്പിടില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സാധനത്തിൽ വീണ്ടും ഒപ്പിടേണ്ട ഒരു സാഹചര്യം ഒരു പക്ഷെ ഉണ്ടാവാം. അത് ആരെ ബോധ്യപ്പെടുത്തും? പാർട്ടിയെ ബോധ്യപ്പെടുത്തും, മുന്നണിയെ ബോധ്യപ്പെടുത്തും, മന്ത്രിസഭയെ ബോധ്യപ്പെടുത്തും. ഇങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടാണല്ലോ ഇപ്പോൾ പണ്ട് വിദേശ സർവകലാശാലകൾക്കെതിരെ സമരം നടത്തിയിട്ടുണ്ട്, സ്വകാര്യ സർവകലാശാലകൾക്കും കോളേജുകൾക്കും എതിരെ സമരം നടത്തിയിട്ടുണ്ട്. അതെ ആ ശ്രീനിവാസനെയൊക്കെ അടിച്ച് താഴെയിട്ടത്. പക്ഷെ അതൊക്കെ നിലപാട് തിരുത്തി. ആ നിലപാടൊക്കെ തിരുത്തിയത് പാർട്ടിയും കൂടി അറിഞ്ഞിട്ടാണ്, മുന്നണി അറിഞ്ഞിട്ടാണ്, മന്ത്രിസഭ അറിഞ്ഞിട്ടാണ്. ഇവിടെ വളരെ ഗൗരവതരമായ ഒരു സംഗതി ഒപ്പിട്ടിട്ട് സത്യത്തിൽ സങ്കടം തോന്നും. MA ബേബി എന്ന് പറയുന്നത് അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അദ്ദേഹം കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്ന ആളും കൂടിയാണ്. അദ്ദേഹം ഈ വിവാദമുണ്ടായപ്പോൾ പറയാണ്, നമുക്ക് ആലോചിക്കാം, ഒപ്പിടുന്നതിന് മുമ്പ് നമുക്ക് ചർച്ച ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴാണേക്കും ഒരു മാസം മുമ്പ് ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. അപ്പൊ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുകയാണ്, എന്താ NEPക്ക് കുഴപ്പമെന്ന്. ഇത്രയേ ഉള്ളൂ. പിണറായി വിജയൻ ഒപ്പിട്ടു, അതുകൊണ്ട് പിന്നെ NEPക്ക് എന്താണ് കുഴപ്പം? ആ തരത്തിലേക്ക് രാജാവ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ, രാജാവ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് എന്ത് ചോദിക്കാനാണ് എന്ന തരത്തിൽ. അത് തന്നെയാണ് സച്ചിദാനന്ദനെ പോലെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷം നിലനിൽക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം,
പക്ഷേ ഇടതുപക്ഷ മൂല്യത്തോടു കൂടി വേണം. അത് വലതുപക്ഷ പൂർണ്ണമായും വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഒരു ഭരണം അല്ല ഇവിടെ വേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പുറത്ത് നിൽക്കുകയാണ് നല്ലത് കുറച്ചു കാലം. അത് ഒരു ഇടതുപക്ഷ മൂല്യത്തിലേക്ക്, മതേതര മൂല്യത്തിലേക്കൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം നോക്കിയാൽ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയാണ് അല്ലേ? പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അവർ ഈ നാട്ടിലെ വളരെ ന്യൂനപക്ഷമായ RSS എവിടെയില്ല. RSS എവിടെയില്ല. RSSനെ പറ്റിയുള്ള ചർച്ചയില്ല. ഇവിടുത്തെ ന്യൂനപക്ഷമായ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമോ എന്നാണ് ഒരു CPM പാർട്ടി നേതാവിന്റെ. കഴിഞ്ഞ ദിവസം സമസ്ത സമ്മേളനത്തിലെ മതരാഷ്ട്ര വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സമസ്തനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. അതെ. അതേസമയം ഒരു SNDP യോഗത്തിന്റെ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ NSSന്റെ യോഗത്തിലോ പോയിട്ട് RSSനെതിരായിട്ട് പിന്നെ കഴിഞ്ഞ കുറെ അത്തരം യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. അതെ അതെ അതെ. അത് നിങ്ങൾ ഭയപ്പെടണം, അവർക്കെതിരെ നിലപാടെടുക്കണമെന്ന് മുഖ്യമന്ത്രി ഒരിക്കലും പറഞ്ഞില്ല. ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ഈ ഇല്ലാത്ത ഒന്നിനെ, അതായത് ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു അവസ്ഥയെ, ഇസ്ലാം ഭയപീഡിയെ എന്ത് ചെയ്യാണ്? അതിനെ ഇസ്ലാമിനെ പർവ്വതീകരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ജമാഅത്തെ എന്നൊക്കെ പറയുമ്പോൾ AK ബാലൻ അയാൾ വന്നിട്ട് അയാൾക്ക് ലുഹറും ഉസറും മഗ്രിബും ഏഷയൊക്കെ അറിയാം, എനിക്ക് ഭയങ്കരമായ മുസ്ലിം സുഹൃത്തുക്കളുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇപ്പൊ കാന്തപുരം അബൂക്കർ മുസ്ലിയാർക്കും ജമാഅത്ത് ആണല്ലോ എന്ന്. കേരള മുസ്ലിം ജമാഅത്തും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ആളാണ് AK ബാലൻ പോലും. ഇതേ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ എന്ത് ചെയ്യുന്നത്? CPM ശ്രമിക്കുന്നത്. കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും കേരള മുസ്ലിം ജമാഅത്തും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഒന്നാണ്, അഥവാ മുസ്ലിങ്ങളെല്ലാവരും ഭീകരന്മാരാണ് എന്നൊരു ഒരു വാക്യത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് ഇപ്പൊ ഞങ്ങൾ ജമാഅത്തിനെയാണല്ലോ പറയുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ജമാഅത്ത് എന്ന് പറയുന്നത് അർഹിക്കുന്ന ഒരു വിമർശനമല്ലേ ജമാഅത്തിന് നേരെ. ഇപ്പൊ ജമാഅത്തിനെ വിമർശിക്കാം, അതിന്റെ നയനിലപാടുകളെ നമുക്ക് ചോദ്യം ചെയ്യാം, അതിനെ എതിർക്കാം, ഏതറ്റത്തിന്റെ എതിർക്കാം. പക്ഷെ അതും അർഹിക്കുന്നവരല്ലേ? RSSന്റെ അതേ വലുപ്പത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാല് RSSന് വേണ്ടി പറയുന്ന അത് RSSന് വേണ്ടി. അതൊക്കെ ഇതൊക്കെ നിലപാട് മുമ്പ് ഇടതുപക്ഷ CPM നേതാക്കന്മാർ തന്നെ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഈ ഇസ്ലാം വന്ന് ആഭ്യന്തര വകുപ്പ് ജമാഅത്ത് കൈകാര്യം ചെയ്യും, ഇന്ത്യ രാജ്യം ജമാഅത്ത് ഭരിക്കും എന്നൊക്കെ പറയാൻ പോലും അത് ആ ഒരു പ്രവണതയെ, അത് എന്താണ്? ഈ മതേതര മൂല്യത്തിനെതിരായിട്ടുള്ള വർഗീയ വിദ്വേഷ സമീപനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അത് ഇടതുപക്ഷ വിരുദ്ധമാണ്. ഈ വലതുപക്ഷ സാമ്പത്തിക നയങ്ങളാണ് നടപ്പാക്കുന്നത്. അതേപോലെ ഏകാധിപത്യമാണ്. പിണറായിയിലേക്ക് ചുരുങ്ങുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത്, പിണറായിയിലേക്ക് ചുരുങ്ങുന്ന ഒരു ഇടതുപക്ഷം എന്ന് പറയുന്നത് ആപൽക്കരമായ ഒരു സംഗതിയാണ്. അതിനിടയിൽ പാർട്ടി നിലനിൽക്കണം, ഇടതുപക്ഷം നിലനിൽക്കണം എന്ന ഇക്കാലമത്രയും, ജീവിതത്തിൻ്റെ ഇക്കാലമത്രയും ഇടതുപക്ഷ മൂല്യങ്ങളോടും ജനാധിപത്യ മൂല്യങ്ങളോടും ഒപ്പം നിന്ന ഒരാളാണ് സച്ചിദാനന്ദൻ. ആ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവി ഇപ്പൊ പറയേണ്ടതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്നതാണ്. അത് തന്നെയാണ് സത്യത്തിൽ സച്ചിദാനന്ദൻ ചെയ്തിട്ടുള്ളത്, സാറാ ജോസഫ് ചെയ്തിട്ടുള്ളത്. എല്ലാ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചെയ്യേണ്ടതും അതാണ്. ഈ സന്ദർഭം നോക്കി സച്ചിദാനന്ദനെ ചീത്ത പറയുന്നവർ കേവലം അടിമകൾ മാത്രമാണ്. അവർ കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാത്തവരാണ്. അവർക്ക് ഭാവിയില്ല, എന്നുവെച്ചാൽ അവർ മൂല്യങ്ങളില്ലാത്ത ആൾക്കാർ മാത്രമായി തീരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.